ഹലോ ഹായ്. ഇന്ന് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് വലിയ മാർക്കിൻ്റെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് പറ്റിയതുണ്ട്. അതേപോലെ തന്നെ ചെറിയ മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കത് ചാപ്റ്റർ പഠിച്ചു കഴിയും, അത്രയേ ഉള്ളൂ. നമുക്ക് EOQ നമ്മൾ പഠിച്ചിട്ടില്ലേ? നല്ല സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് പഠിച്ചു അല്ലേ? അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. അതായത് എന്ത് ഓർഡർ കിട്ടിയാലും അത് ബാച്ചായിട്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ബാച്ച് കോസ്റ്റിങ്ങിൽ വരുന്നത്. ബാച്ചായിട്ടായിരിക്കും അല്ലേ? ഇപ്പോൾ റെഡിമെയ്ഡ് ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അത് ഓരോ ബാച്ചായിട്ടായിരിക്കും ചെയ്യണത് അല്ലേ? സെയിം ഇത് തന്നെ ഒരു ബാച്ചാക്കി ചെയ്യും. അപ്പം അതാവുമ്പോൾ അങ്ങനെ ബാച്ചായിട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്തു പറയണത്, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയണത്. ഇവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണതും എന്തായിട്ടാണ്, ബാച്ചായിട്ടാണ്. ഓക്കെ, ഒരു ബാച്ചിന് എത്ര കോസ്റ്റ് വരണോ അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ദിവസത്തേക്കോ ഒരു മണിക്കൂറത്തേക്കോ ഇത്ര മണിക്കൂറത്തേക്കോ അങ്ങനെയല്ല, ഒരു ബാച്ചായിട്ട് തന്നെ നമ്മളിവിടെ കോസ്റ്റും നമ്മൾ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കുള്ളൂ, സിമിലർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ മാനുഫാക്ചർ ചെയ്യണമെന്നുള്ളത് മനസ്സിലായി. ബാച്ചായിട്ടാണെന്ന് പറയുമ്പോൾ ആ ഒരു സിമിലർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ എന്ത് ചെയ്യണത്, മാനുഫാക്ചർ ചെയ്യണത് അല്ലേ? നമ്മളവിടെ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. അതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കുള്ളൂ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ ആയിരിക്കുള്ളൂ, മിനിമം ആയിരിക്കുള്ളൂ. രണ്ട് ടൈപ്പ് എലിമെൻ്റ് ഉണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് എലമെൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് നമ്മൾ അവിടെ പഠിച്ച സംഭവം തന്നെ, എന്താണ് സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് അല്ലേ? നമ്മൾ സെറ്റപ്പ് കോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നു. എന്താണ് സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനെ റെഡിയാക്കും, എല്ലാ മെറ്റീരിയലും കൊണ്ടുവയ്ക്കും അല്ലേ? എന്തൊക്കെയുണ്ടോ അതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മെഷീൻ ഓണാക്കി അത് റൺ ചെയ്യുള്ളൂ അല്ലേ? അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെറ്റപ്പ് കോസ്റ്റിനെ എന്താണ് പ്രോസസ് കോസ്റ്റ് എന്നും കൂടി പറയും. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മൾ മുന്നേയും പഠിച്ചിട്ടുള്ളതാണ്, മുന്നേയും കേട്ടിട്ടുള്ളതാണ്, മുന്നേ അതിനനുസരിച്ചുള്ള പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ സെറ്റപ്പ് കോസ്റ്റിനെ കുറിച്ച്. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റിൽ സാധാരണയായിട്ട് എന്തൊക്കെയാണ് വരിക, മെഷീൻ വരും, ലേബറും വരും അല്ലേ? അതിൽ കൂടുതലൊന്നും സെറ്റപ്പ് കോസ്റ്റിൻ്റെ ഇതിൽ വരേണ്ട ആവശ്യമില്ല. ലേബർ എന്തായാലും വേണം എല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. മെഷീനെയാണ് സെറ്റ് ചെയ്യണം അല്ലേ? മെഷീൻ്റെ കോസ്റ്റും ഉണ്ടാവും. പിന്നെ എന്താണ് ക്യാരിയിങ് കോസ്റ്റും വരും. ക്യാരിയിങ് കോസ്റ്റിന് വേറൊരു പേരും പറയും സ്റ്റോറേജ് കോസ്റ്റ് എന്ന്. എന്താണത്? അതായത് പ്രൊഡക്ഷന് വേണ്ട ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നതിനാണ്. അതിന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അതായത് ഒരു ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റപ്പ് കോസ്റ്റ് ആണ്. അതായത് നമുക്കത് ഒന്നും കൂടി നോക്കാം. അതായത് സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് ഫിക്സഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാച്ചിൻ്റെ സൈസ് കൂടുന്തോറും സെറ്റപ്പ് കോസ്റ്റ് എന്തായിരിക്കുള്ളൂ, കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അതായത് ബാച്ചിൻ്റെ സൈസ് കൂടുകയാണ്. ഒരു ബാച്ചിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു 500 കോപ്പി അല്ലെങ്കിൽ 500 ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് എന്തെങ്കിലും ഒന്ന് വേണം. ഇപ്പോൾ ഒരു 500 ആയിട്ടുള്ള 5000 ആയിക്കോട്ടെ, 5000 ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു മെഡിസിൻ പാരസെറ്റാമോൾ 5000 എണ്ണം വെച്ചിട്ടാണ് ഞാനവിടെ എന്ത് ചെയ്യണത്, നമുക്കത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു ബാച്ച് എന്നുള്ളത് 5000 ആണ്. 5000 ആയിട്ടുള്ള ഒരു പാരസെറ്റാമോളാണ് നമ്മൾ 5000 നമ്പേഴ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 5000 ആണ് എനിക്ക് വേണ്ടത്. പക്ഷെ എനിക്ക് അവിടെ 500 ഒരു ബാച്ചായിട്ട് എനിക്ക് 500 എണ്ണം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 5000 എനിക്ക് വേണം, പക്ഷെ എനിക്ക് അവിടെ എന്തേ ഉള്ളൂ, 500 ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ആ 500 വെച്ച്
ഒരു പ്രാവശ്യം 500 ഒരു സെറ്റപ്പ് കോസ്റ്റ് വരും, അടുത്ത 500 ഒരു സെറ്റപ്പ് കോസ്റ്റ് വരും അല്ലേ. അങ്ങനെ എത്ര പ്രാവശ്യം വരും? ഒരു 10 പ്രാവശ്യം സെറ്റപ്പ് കോസ്റ്റ് വരും അല്ലേ. അപ്പോൾ എന്താണ് അവിടെ? എന്തുകൊണ്ടാണ്? ബാച്ച് സൈസ് കുറവാണ്. എനിക്ക് 5000 വേണം, പക്ഷേ എനിക്ക് ഒരു ബാച്ചിന് 500 പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യും? സെറ്റപ്പ് കോസ്റ്റ് കൂടിക്കൊണ്ടേ വരും അല്ലേ. ഇപ്പം എനിക്ക് ആ സമയത്ത് 500 വേണ്ടി എനിക്ക് 1000 വെച്ചിട്ട് എടുക്കാൻ പറ്റും. 1000 പാരസെറ്റമോൾ എനിക്ക് ഒരു പ്രാവശ്യം ഒരു ബാച്ചായിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ആ 10 പ്രാവശ്യം എന്നുള്ളത് എനിക്ക് ഇവിടെ എത്ര പ്രാവശ്യം വരുള്ളൂ? 5 പ്രാവശ്യം സെറ്റപ്പ് കോസ്റ്റ് വരുള്ളൂ അല്ലേ. അവിടെ 10 പ്രാവശ്യം വന്നു, ഇവിടെ എനിക്ക് എത്ര പ്രാവശ്യം വരുള്ളൂ? 5 പ്രാവശ്യം സെറ്റപ്പ് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഏതാ ബെറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ബാച്ചിൻ്റെ സൈസ് കൂടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെറ്റപ്പ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ബാച്ച് സൈസ് ലാർജ് ആവുകയാണെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ബാച്ച് സൈസ് സ്മോൾ ആണെങ്കിൽ അതായത് 500-1000 പോലെ ബാച്ചിൻ്റെ സൈസ് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ, ഒരു ബാച്ചിന് കുറച്ച് എണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് വരും. അത് നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലേ. ആ 5000-ൻ്റെ നമ്പേഴ്സ് എനിക്ക് വേണം, പക്ഷേ ഒരു ബാച്ചിന് 500 വെച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10 പ്രാവശ്യം സെറ്റപ്പ് കോസ്റ്റ് വരും. ഓരോ 500 ഞാൻ ചെയ്ത് വരുമ്പോഴും ഓരോ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യണം? അതിന് സെറ്റപ്പ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എനിക്ക് ഓരോ പ്രാവശ്യം വരും. പക്ഷേ ആ സ്ഥാനത്ത് എനിക്ക് 1000 വെച്ച് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് 5 പ്രാവശ്യം വരുള്ളൂ. അവിടെ 10 വന്നു, ഇവിടെ 5 വന്നു അല്ലേ. ബാച്ച് സൈസ് കൂടുന്നതനുസരിച്ച് എനിക്ക് സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ബാച്ച് സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ബാച്ച് സൈസ് കുറവാണെങ്കിൽ എനിക്ക് സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് വരും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അതെന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് പറയാം സെറ്റപ്പ് കോസ്റ്റും ബാച്ച് സൈസും തമ്മിൽ. പക്ഷേ അതേപോലെയാണ് ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടെന്ന്. ആ ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് എന്തെങ്കിലും ഒന്നും, ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് പക്ഷേ അത് പോസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയും. ക്യാരിയിങ് കോസ്റ്റും ബാച്ച് കോസ്റ്റും തമ്മിലുള്ളത് എന്താണ്? പോസിറ്റീവ് റിലേഷനാണ്. എന്തുകൊണ്ടാണ്? അതായത് ബാച്ച് സൈസ് കൂടുകയാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് അവിടെ എന്തായിരിക്കുള്ളൂ? കൂടും. ബാച്ച് സൈസ് കുറയുകയാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളത്? ഇതിൽ മെയിനായിട്ട് പിന്നെ പറയാനുള്ള കാര്യം പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യമാണ് ഇനി സെറ്റപ്പ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കാണാനുള്ള ഒരു ഫോർമുല. നമ്മളവിടെ EOQയിൽ പഠിച്ചില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു ഫോർമുല. ഓക്കെ, ആ ഒരു ഫോർമുല അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? സെറ്റപ്പ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പഠിച്ചില്ലേ ആനുവൽ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അത് തന്നെ ഇവിടെ സെറ്റപ്പ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണും. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ് കാണുക. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ് കാണുക. ഇനി ക്യാരിയിങ് കോസ്റ്റ് ആണെങ്കിലോ സി കാണാനായിട്ട് ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ്. ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് അങ്ങനെ കാണാം. ഓക്കെ, നമ്മൾ EBQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസോസിയേറ്റഡ് കോസ്റ്റ് മിനിമം വരുന്ന സംഭവത്തിനെയാണ് EBQ എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് കോസ്റ്റ് മിനിമം വരുന്ന സംഭവത്തിനെയാണ് EBQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ എന്താണ്? സെറ്റപ്പ് കോസ്റ്റ് കാണാനുള്ള ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് കാണാനായിട്ട് ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? നമുക്ക് ഇവിടുത്തെ ബാച്ച് കോസ്റ്റ് എന്താണെന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുന്നത് മിക്കവാറും 1 വേർഡിനൊക്കെ ആയിരിക്കുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ബാച്ച് കോസ്റ്റ് എന്താണെന്നുള്ളത് ഒരു ഡെഫിനേഷനൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. എന്താണ്? ബാച്ച് കോസ്റ്റ് ഈസ് എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റ് വേർ കോസ്റ്റ് ആർ ആട്രിബ്യൂട്ടഡ് ടു ബാച്ച് ഓഫ് പ്രോഡക്റ്റ്. യൂണിറ്റ് കോസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ബൈ ദ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ ബാച്ച്. യൂണിറ്റ് കോസ്റ്റ് കാണാനായിട്ട് പറയും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബാച്ചിലും എത്ര പ്രോഡക്റ്റ് ഉണ്ടോ അതിൻ്റെ നമ്പർ വെച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓരോ ബാച്ച് എന്നുള്ളതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയണത്. കോസ്റ്റ് പെർ ബാച്ചാണ്. നമ്മൾ ആ ബാച്ച് കോസ്റ്റിംഗ് ആണെന്ന് പറയാൻ നേരത്ത് നമ്മൾ അവിടെ കൊണ്ടുപോയി എത്ര അവേഴ്സാണ് അതൊന്നും നോക്കാൻ നിൽക്കരുത്. കോസ്റ്റ് പെർ ബാച്ചാണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കോസ്റ്റ് പെർ ബാച്ച് എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിലോട്ട് വരേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്?
ഈച്ച് ബാച്ച് ഈസ് ട്രീറ്റഡ് ആസ് കോസ്റ്റ് യൂണിറ്റ്. ഒരു ബാച്ചിനെയും നമ്മൾ എന്താണ് ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓൾ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് അസർട്ടൈൻഡ് ഫോർ ഈച്ച് ബാച്ച്. എ സെപ്പറേറ്റ് ബാച്ച് കോസ്റ്റ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഈച്ച് ബാച്ച്. The cost per unit is sustained by dividing the total cost of batch by the number of item produced in the batch. നമ്മൾ പറഞ്ഞാണ് ആപ്ലിക്കേഷൻ ഓഫ് ബാച്ച് കോസ്റ്റിംഗ്. എവിടെയൊക്കെയാണ് ബാച്ച് കോസ്റ്റ് അപ്ലൈ ചെയ്യണേന്ന്, എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണത്? റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഓർ ഡ്രഗ് ഇൻഡസ്ട്രി, സ്പെയർ പാർട്സ് ആൻഡ് കമ്പോണൻസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ടോയ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ടയർ ആൻഡ് ട്യൂബ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഈ സംഭവം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതെന്താന്ന് ബാച്ച് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അല്ലേ കിട്ടും, എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും എന്താണ് വൺ വേർഡായിട്ടൊക്കെ ചോദിക്കുക ഇത് ഏതിലാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, എങ്ങനെയാണ് ഏതൊക്കെയാണ് ഈ ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ആ സംഭവം തന്നെ. ക്യാരിയിങ് കോസ്റ്റ് കാണാനുള്ള ഇതും നമ്മൾ പറഞ്ഞു, സെറ്റപ്പ് കോസ്റ്റ് കാണാനുള്ളത് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ. √2as ഡിവൈഡഡ് ബൈ സി. ഇത് ഏതെങ്കിലും ആയിട്ട് മാച്ചായിട്ട് തോന്നുന്നുണ്ടോ? EOQ ആയിട്ട് മാച്ചായിട്ട് തോന്നണല്ലേ? അത് തന്നെ, അതേ സംഭവം തന്നെ. അത് മര്യാദക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്താണ് അപ്പോൾ അതിന് √2as ഡിവൈഡഡ് ബൈ സി. എ എന്താണ് ആനുവൽ ഡിമാൻഡ്, എസ് എന്താണ് സെറ്റപ്പ് കോസ്റ്റ്, സി എന്താണ് ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, പെർ ബാച്ച് എന്നുള്ളത് നിങ്ങൾ വിട്ടുപോകും. സെറ്റപ്പ് കോസ്റ്റ് പെർ ബാച്ച് ആണ്, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൽ. തിയറി എന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇതേപോലെ നമ്മൾ EOQ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞില്ലേ, അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ EOQയിൽ തന്നെ അസോസിയേറ്റഡ് കോസ്റ്റ് എല്ലാം കൂടി മറ്റ് ചെയ്ത് പഠിച്ചില്ലേ, അതേപോലെയുള്ള ക്വസ്റ്റ്യങ്ങൾ ഇവിടെ ചോദിക്കാം. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇല്ലുസ്ട്രേഷൻ 7. From the following information, calculate economic batch quantity for the company using batch costing. Annual demand for component 2400 യൂണിറ്റ്. അത് A ആണ് അല്ലേ. സെറ്റപ്പ് കോസ്റ്റ് 100, മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് 200, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് 6% per annum. അതിൻ്റെ ഇതെന്താ റൂട്ട് എന്താ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട കാര്യം കൂടിയില്ല അല്ലേ. നമ്മൾ EOQ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് ഓർത്തു. ആകെ 3-4 പ്രോബ്ലം ഉള്ളൂ ഇതിൽ, അങ്ങനെ ചെയ്തേക്കാം. ഓക്കെ, 2as ഡിവൈഡഡ് ബൈ സി ആണ്. √2as ഡിവൈഡഡ് ബൈ സി ആണ് ഇതിൻ്റെ ഫോർമുല. എ എന്താണ് ആനുവൽ ഡിമാൻഡ്, എസ് എന്താണ് സെറ്റപ്പ് കോസ്റ്റ് പെർ ബാച്ച് അത് ഓർക്കണേ. സി എന്താണ് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. ഓക്കെ, അപ്പോൾ എ ആനുവൽ ഡിമാൻഡാണ്. ഇവിടെ ആനുവൽ ഡിമാൻഡ് എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 2400 എന്നുള്ളത്. ഓക്കെ, 2400 എന്നുള്ളതാണ് ഇവിടെ ആനുവൽ ഡിമാൻഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ എഴുതാം. എന്താണ് 2400. ഓക്കെ, ഇൻറ്റു എസ് എന്താണ്? എസ് എത്രയാണ്? സെറ്റപ്പ് കോസ്റ്റ് അല്ലേ, 100. എസ് സെറ്റപ്പ് കോസ്റ്റാണ്, 100 ആണ്. ഡിവൈഡഡ് ബൈ ഓക്കെ സി കാണാനായിട്ട് നമ്മളവിടെ പറഞ്ഞായിരുന്നു. എന്താണ് ഇവിടെ മാനുഫാക്ചറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് ഏതിൻ്റെ ഇതിലാണ് കാണേണ്ടത്? മാനുഫാക്ചറിങ് കോസ്റ്റ് ഇതിൽ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതിനെ 200 × 6%. ഓക്കെ ഇങ്ങനെ എഴുതണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഇതിൻ്റെ ആൻസർ? 2400 × 100 എന്ന് ചെയ്യാം. 2400 × 100 ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര വരും? 2,40,000 വരും. ഇനി 200 × 6% എടുത്ത് എത്ര വരും? 200 × 6% എടുത്ത് എത്ര വരും? 12 വരും അല്ലേ. അപ്പോൾ ഇനി നമുക്കതെങ്ങാട് ഫോർമുലയിലേക്ക് ചെയ്യാമല്ലോ. 2,40,000 ഡിവൈഡഡ് ബൈ 12. സോറി, ഇവിടെ എന്താണ് 2 വരണ്ടേ? സിമ്പിൾ പ്രോബ്ലം ആയിട്ട് തെറ്റിച്ച് വെച്ചല്ലേ. മിസ്സിനൊരു ബോധമില്ലാന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ട എല്ലാവരും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
2,40,000 വന്നു. ഇനി എന്ത് ചെയ്യണം? 2 × 2,40,000 എത്ര വരും? 4,80,000. ആ 4,80,000 ആണ് ഇവിടെ എഴുതേണ്ടത്. 4,80,000 ഡിവൈഡഡ് ബൈ 12 ഇടുക. 4,80,000 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 80 ഡിവൈഡഡ് ബൈ 12 എത്ര വരും? 40,000. ആ 40,000-നെയാണ് നമ്മൾ റൂട്ട് കാണേണ്ടത്. 40,000 എന്നുള്ളത് റൂട്ടിലുള്ള സംഭവമാണ്. ആ റൂട്ട് എക്സൽ ആയതുകൊണ്ട് വരക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനവിടെ 40,000 വെറുതെ എഴുതിയത്. അപ്പോൾ റൂട്ട് ഓഫ് 40,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 200 വരും. 200 എങ്ങനെ എഴുതണം? 200 യൂണിറ്റ് എന്ന് പറഞ്ഞ് എഴുതണം. 200 യൂണിറ്റ്. ഓക്കെ, 200 യൂണിറ്റ് എന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് തീർത്തില്ലേ? ഓക്കെ, EOQ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 200 യൂണിറ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Illustration 8. A customer has been ordering 90,000 special design metal column at the rate of 18,000 rupees per order during the past years. The production cost comprises അതിന് മുന്നേ എന്താണ്? ഓർഡർ എത്രയാണ്? 90,000 ആണ്. അതിന് കൊടുക്കുന്ന റേറ്റ് ആണ് 18,000 പെർ ഓർഡർ എന്നുള്ളത് അല്ലേ? അപ്പോൾ ഓർഡറിന് കൊടുക്കാൻ നമുക്ക് ഓർഡർ മതി. നമുക്ക് ഇതിൽ വേണ്ടത് എന്താണ്? ഓർഡർ എത്രയാണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതിന് കൊടുക്കുന്ന റേറ്റ് നമുക്ക് ആവശ്യമുള്ളതല്ല. ഒരു വർഷത്തേക്ക് ഒരു വർഷം എത്ര കൊടുത്തിട്ടുണ്ട്? പാസ്റ്റ് ഇയറിൽ 90,000 ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ആനുവൽ ഡിമാൻഡാണ് നമുക്ക് വേണ്ടത്. അത് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അത് 90,000 ആണ്. അതിന് റേറ്റ് ഇവിടെ വിഷയമല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം 90,000 എടുക്കാം അവിടെ നിന്ന്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? നമ്മൾ ഇതിന് മുന്നേ ചെയ്തു ക്യാരിയിങ് കോസ്റ്റ് കാണാനായിട്ട് അല്ലേ? മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ കൂടെ ഇൻറ്റു ഇത്ര പെർസെൻറ്റേജ് ഇട്ടിട്ടാണ് ക്യാരിയിങ് കോസ്റ്റ് പെർസെൻറ്റേജ് ഇട്ടാണ് കണ്ടുപിടിക്കണേന്ന് പറഞ്ഞു അല്ലേ? സി എന്നുള്ളത്. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതിൽ. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തൊക്കെ ചേർന്നാണെന്നാണ്? മെറ്റീരിയൽ 120, ലേബർ 60, ഫിക്സഡ് ഓവർഹെഡ് 20. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 120, 60, 180, 20, 200. 200 ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ മേലെ വേണം ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ എത്രയെങ്കിലും പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇറ്റ് കോസ്റ്റ് 1,500 ടു സെറ്റ് അപ്പ് ഫോർ 1 run of 18,000 column and inventory carrying cost is 15% since the customer may buy at least 5,000 column this year. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ സെറ്റപ്പ് കോസ്റ്റ് 1,500 ആണ്. അതിന് ബാക്കിയുള്ളത് റൺ ചെയ്യാനായിട്ട് 18,000 കോളം ആണ്. അതിന് ക്യാരിയിങ് കോസ്റ്റ് 15%. അത് നമുക്ക് വേണം. ആ 15% എടുക്കേണ്ടത് എന്തിനാണ്? ആ പ്രൊഡക്ഷൻ കോസ്റ്റായ 200. 200 എങ്ങനെ വന്നേ? മെറ്റീരിയൽ, ലേബർ, ഫിക്സഡ് ഓവർഹെഡും കൂടി ആഡ് ചെയ്തിട്ട്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ വേണം ആ ക്യാരിയിങ് കോസ്റ്റ് കാണാനായിട്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സെറ്റപ്പ് കോസ്റ്റ് തന്നിട്ടുണ്ട് 1,500 എന്ന്. റൺ ചെയ്യണ എത്ര കോളമായിട്ട് എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ. പിന്നെ എന്താണ് അതിൽ അവരെത്ര 5,000 കോളം വെച്ചിട്ട് അത് നമുക്ക് അറിയേണ്ട കാര്യമല്ലോ. കസ്റ്റമർ എങ്ങനെ വേണമെങ്കിലും മേടിക്കാതിരിക്കുക, അതെന്താണെന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് അതൊന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ കുറച്ച് ഫിഗർ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആവും അല്ലേ? അതിന് വേണ്ടിയിട്ട് തരുന്നതാണ്. സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ നമ്മളൊന്ന് ചിന്തിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് തരുന്നത് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ വേണ്ട എന്താ? നമുക്ക് ഫോർമുല എടുത്ത് എഴുതാം. ഓക്കെ, ഫോർമുല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യാം? 2 ഇൻറ്റു എ എത്രയാണ്? നമ്മൾ പറഞ്ഞു 90,000 ആണെന്ന് അല്ലേ? 90,000 ആനുവൽ ഡിമാൻഡ് എന്നുള്ളത് 90,000 ആണ്. ഇൻറ്റു എസ് എത്രയാണ്? സെറ്റപ്പ് കോസ്റ്റ് നമുക്കറിയാം എത്രയാണ്? 1,500 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ സി കാണാനായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ടോട്ടൽ എടുക്കുക. പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ കംപ്രൈസ് ചെയ്തിട്ടുള്ളതാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ എത്ര? 200 ആണ്. ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് എത്ര? 15%. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ എന്താണ്? 2 ×
നമുക്കിവിടെ റഫായിട്ട് നോക്കുവാണെങ്കിൽ 2 ഇൻറ്റു 90,000 ഇൻറ്റു 1500 എത്ര വരും? 2 crore 70 lakh ആണോ? എത്രയോ വന്നിട്ടുണ്ട് അല്ലേ? 27 എത്ര ആയിക്കോട്ടെ, അത് വന്നു. ഇനി അടുത്ത എന്താണ്? 200 ഇൻറ്റു 15%. അതെത്ര വരും? അത് 30 വന്നു. ഇനി ഇതിലേക്ക് ആ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് റൂട്ടിലേക്ക് എടുക്കാം. ഏതാണ്? ഈ സംഭവം മോളിൽ കിട്ടിയതും ഡിവൈഡഡ് ബൈ താഴ്ത്തുള്ള ഇതും കൂടി ഇത് ചെയ്യാം. ഓക്കെ, അപ്പം 90 lakh വന്നു. ഈ 90 lakhൻ്റെ റൂട്ട് കാണാം. 90 lakhൻ്റെ റൂട്ട് കാണാൻ നേരത്തെ 90 lakhൻ്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 3000 കിട്ടും. 3000 ആണ് 3000 കോളം അല്ലേ? 3000 കോളം അല്ലേ വരേണ്ടത്? ആ 3000 കോളമാണ് നമ്മുടെ ആൻസറായിട്ട് വരേണ്ടത്. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ ഇതേപോലത്തെ ഒക്കെ ഈ യുക്യൂൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അടുത്ത ഇല്ലുസ്ട്രേഷൻ 9. AB Limited is committed to supply 24,000 bearing per annum to CD Limited on a steady basis. അപ്പോൾ ആനുവൽ ഡിമാൻഡ് എത്രയാണ്? 24,000. It is estimated that it cost 10 paise as inventory holding cost per bearing per month. ഒരു മാസത്തെയാണ്. ഓക്കെ, അത് വായിച്ച് നമ്മൾ തെറ്റിക്കരുത്, കാരണം അതങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് എഴുതി വെക്കരുത്. ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് എന്ന് പറയണത് എന്താണ്? ഒരു മാസത്തെയാണ് പറഞ്ഞിരിക്കണേ. എത്രയെന്ന്? 10 പൈസയാണെന്നുള്ളത്. അത് ഒരു മാസത്തേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ എത്ര വരും? 1.2 വരും. ഓക്കെ, ഇനി ആൻഡ് ദ സെറ്റപ്പ് കോസ്റ്റ് പെർ റൺ ഓഫ് ബിയറിംഗ് മാനുഫാക്ചറിങ് ഈസ് 324. അതായത് സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 324 ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? എ കിട്ടി, എസ് കിട്ടി, സിയും കിട്ടി. ഇനി എന്താ നമ്മളോട് കാണേണ്ട? 3 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ ഒപ്റ്റിമം റൺ സൈസ് ഫോർ ബിയറിംഗ് മാനുഫാക്ചർ? അതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്താണ്? 2AS ഡിവൈഡഡ് ബൈ സി. ഇനി നമുക്ക് ഇരുന്ന് ചെയ്യണ്ടല്ലോ, ചെയ്ത് ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. നമ്മൾ പഠിച്ചു അല്ലേ? 2AS ഡിവൈഡഡ് ബൈ സി. എ എന്താണെന്നറിയാം, എസ് എന്താണെന്നറിയാം, സിയു എന്താണെന്നറിയാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 3600 ബിയറിങ്സ് എന്ന് വരും. 3000. ഇത് നമ്മൾ EOQലും പറഞ്ഞാണ്. ഇത് ഏതാണ് യൂണിറ്റ് എന്നുള്ളത് നമ്മൾ എഴുതണം കേട്ടോ, തീർച്ചയായിട്ടും. ഒന്നും അറിഞ്ഞു തുടങ്ങി യൂണിറ്റ് എന്തെങ്കിലും എടുത്ത് എഴുതുക. 3600 യൂണിറ്റ് എന്തെങ്കിലും എടുത്ത് എഴുതുക. ഓക്കെ, 3600 ബിയറിങ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ആൻസർ എന്താണ്? വാട്ട് ഈസ് ദ മിനിമം ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് അറ്റ് ഒപ്റ്റിമം റൺ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ കാണേണ്ടത്? അവിടെ ക്യാരിങ് കോസ്റ്റ് ആണ് കാണേണ്ടത്. ക്യാരിങ് കോസ്റ്റ് കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് ക്യാരിങ് കോസ്റ്റ് കാണാനുള്ള ഫോർമുല വന്നത്? GC ഇടുവാണേ ക്യാരിങ് കോസ്റ്റ്. നമ്മൾ അവിടെ അത് ഇട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ക്യാരിങ് കോസ്റ്റ് കാണാനായിട്ട്? ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2. ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ഇവിടെയും CC ഇടുക. ഓക്കെ, ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ഓക്കെ, ഇവിടെ ബാച്ച് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിട്ടാണ് പറഞ്ഞത്? ബാച്ച് കോസ്റ്റ് എന്താ പറഞ്ഞേ? ബാച്ച് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ 3600 ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റ് നമ്മൾ എടുത്തു. എത്രയാണ്? 1.2 എന്നുള്ളതാണെന്ന്. ഓക്കെ, അപ്പോൾ എത്ര വരും? 2160 എന്നുള്ളതാണ് ക്യാരിങ് കോസ്റ്റ് തന്നെ. എങ്ങനെയാണ്? 3600 ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. 3600 ബാച്ച് ആണ് അല്ലേ? ബാച്ച് കോസ്റ്റ് ആണെന്ന്. അപ്പോൾ 3600 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റ് ഇവിടെ നമ്മൾ കണ്ടു 1.2 എന്ന്. ഓക്കെ, അപ്പോൾ ആ 1.2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2160 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ബിയും കിട്ടി. ഇനി സി എന്താണ്? അസ്യൂമിങ് ദാറ്റ് ദ കമ്പനി ഹാസ് എ പോളിസി ഓഫ് മാനുഫാക്ചറിങ് 6000 ബിയറിംഗ് പെർ റൺ, ഹൗ മച്ച് എക്സ്ട്രാ കോസ്റ്റ് വുഡ് ദ കമ്പനി ബി ഇൻകേർഡ് ആസ് കമ്പയർഡ് ടു ഒപ്റ്റിമം റൺ സജസ്റ്റഡ് ഇൻ എ? നമ്മൾ ഇത് തന്നെയല്ലേ നമ്മളവിടെ EOQയിൽ ചെയ്തത് അല്ലേ? രണ്ടെണ്ണം കമ്പയർ ചെയ്യാനായിട്ട്. ഒന്ന് ഇവിടെ 6000 ബിയറിങ്സ് പെർ റണ്ണിന് 6000 ബിയറിങ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്? അത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച
ബാച്ച് എത്രയാണ് 3600 ബിയറിങ്സ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് അതിന് മാറ്റം വരുന്നത്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച് അല്ലേ. അത് നമ്മൾ കാണണം. അതിന് നമ്മൾ കാണാനായിട്ട് ഇവിടെ വേറൊരു ഫോർമുലയും കൂടി നമ്മൾ അവിടെ ക്ലാസ് എടുത്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. എന്താണ് സെറ്റപ്പ് കോസ്റ്റ്? എന്തായിരുന്നു അത്? സെറ്റപ്പ് കോസ്റ്റ്. സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ഡിമാൻഡ് അല്ലേ. ആനുവൽ ഡിമാൻഡ് എടുക്കാം. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ്. ബാച്ച് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ്. ഓക്കെ, ഇതാണ് സെറ്റപ്പ് കോസ്റ്റിൻ്റെ ഫോർമുല. ക്യാരിങ് കോസ്റ്റ് എന്താണ്? ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സി ക്യാരിങ് കോസ്റ്റ്. സെറ്റപ്പ് കോസ്റ്റ് എന്താണ്? ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ്. ഓക്കെ, രണ്ടും കിട്ടിയില്ലേ? ഇനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ലേ? എങ്ങനെ ചെയ്യും? നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? 2 കോളായിട്ട് എടുക്കണം. ഒന്ന് 3600 ബിയറിങ്സിൻ്റെ 3600 ബിയറിങ്സിൻ്റെ. സെക്കൻഡ് 6000 അല്ലേ. 6000 അല്ലേ ക്വസ്റ്റ്യന് തന്നിരിക്കണേ. 6000 ബിയറിങ്സ് ആണെന്നുണ്ടെങ്കിൽ എന്നാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സെറ്റപ്പ് കോസ്റ്റിൻ്റെ കാണണം. സെറ്റപ്പ് കോസ്റ്റിൻ്റെ നമുക്കറിയില്ലേ? ഫോർമുല അറിയില്ലേ? ആ ഫോർമുലയിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ പോരെ. ഓക്കെ, എന്താ ഫോർമുല? ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ബാച്ച് കോസ്റ്റ് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ്. ഇവിടെ ആനുവൽ ഡിമാൻഡ് എത്രയാണ്? നമ്മൾ ഇത്ര നേരം എടുത്ത് എത്രയാണ്? 3600 എത്ര എടുത്ത്? 24,000. ആനുവൽ ഡിമാൻഡ് രണ്ടിടത്തും ഒന്ന് തന്നെയാണ് അല്ലേ. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വെച്ചാണ്? 3600 ആണ്. 3600 വെച്ച് എടുക്കേണ്ടത് ഇൻറ്റു സെറ്റപ്പ് കോസ്റ്റ് എത്രയാണ് വന്നത്? 324 എന്തോ അല്ലേ. സെറ്റപ്പ് കോസ്റ്റ് 324. സെറ്റപ്പ് എത്രയാണ് നമ്മൾ ചെയ്തത്? 324. ഓക്കെ, ഇവിടെ 6000 ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് മാറ്റമാണ് വരുന്നത്? ആനുവൽ ഡിമാൻഡിന് മാറ്റമില്ല, എന്തായാലും 24,000 തന്നെയാണ്. ഇവിടെ 6000 ആണ് അല്ലേ. 6000 ഇൻറ്റു 324. ഓക്കെ, അപ്പോൾ എത്ര ആൻസർ വരുമെന്ന് നോക്കി. 24,000 ഡിവൈഡഡ് ബൈ 3600 ഇൻറ്റു 324 എത്ര വരും? 2160 എന്നുള്ളത് 3600 ബിയറിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പ് കോസ്റ്റ് ആണ്. ഇവിടെ 6000 വെച്ചാണെങ്കിലോ 24,000 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 324 എത്ര വരും? 1296 വരുള്ളൂ. കണ്ടോ സെറ്റപ്പ് കോസ്റ്റ് ഇത് കൂടണ അനുസരിച്ച് സെറ്റപ്പ് കോസ്റ്റ് കുറയണ കണ്ടോ? നമ്മൾ പഠിച്ചില്ലേ? അത് തന്നെയല്ലേ. ഓക്കെ, ബാച്ച് സൈസ് കൂടുവാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പഠിച്ചല്ലേ? ഓക്കെ, ഇനി അടുത്ത് ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ്? ബാച്ച് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. അത് നിങ്ങൾ എഴുതിക്കോ, അങ്ങനെ തന്നെ എഴുതിക്കോ, എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമോ? അത് ബാച്ച് കോസ്റ്റ് എന്താണ് നമുക്കറിയാം. ഇവിടെ 3600 ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ഓക്കെ, ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റ് എത്രയാണ്? 1.2 ആണ്. ഓക്കെ, ഇപ്പുറത്താണെന്നുണ്ടെങ്കിലോ അത് 6000 വരും. 6000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ, 1.2 തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഇത് വരും നോക്കി. 3600 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1.2 എത്ര വരും? 2160. ഇവിടെയോ 6000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1.2 എത്ര വരും? 3600. ഓക്കെ, ഇനി അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? ടോട്ടൽ കോസ്റ്റ് എത്രയായി? ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് ഈ സെറ്റപ്പ് കോസ്റ്റ് പ്ലസ് ക്യാരിങ് കോസ്റ്റ് അതാണ് എന്ത് പറയേണ്ടത്? ടോട്ടൽ കോസ്റ്റ് കാണേണ്ടത്. ഇവിടെ അതേപോലെ തന്നെ സെറ്റപ്പ് കോസ്റ്റ് പ്ലസ് ക്യാരിങ് കോസ്റ്റ് ഏതാ കൂടുതൽ വന്നേക്കണേ? 3600 ബിയറിങ്സ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 4320 വരും. 6000 വെച്ച് എടുക്കുവാണെങ്കിൽ എത്ര വരും? 4896 വരും. അപ്പോൾ ഡിഫറൻസ് എത്ര വന്നു? ഡിഫറൻസ് 4896 സോറി ഡിഫറൻസ് 4896 മൈനസ് 4320 എത്ര? 576 ആണ് ഡിഫറൻസ് വന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്കറിയാലോ. അതനുസരിച്ച് കൂടി ആൻസർ എഴുതുക. എന്താണ് നിങ്ങളുടെ കൺക്ലൂഷൻ എന്നുള്ളത്. ഇനി ഇല്ലുസ്ട്രേഷൻ 10. നമുക്ക് ഇതിൽ നിന്ന് ബാച്ച് കോസ്റ്റിൽ നിന്ന് വലിയ മാർക്കിൻ്റെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സൈസൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കമ്പോണൻറ്റ് ഗോൾഡ്
ഈസ് മെയ്ഡ് എൻറ്റയർലി in cost center 100. Material cost is 6 paise per component and each component take 10 minutes to produce. ഒരു കമ്പോണൻറ്റിന് 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഓരോ കമ്പോണൻറ്റിനും അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു കമ്പോണൻറ്റിനാണ് 10 മിനിറ്റ് എടുക്കുന്നത്. ദ മെഷീൻ ഓപ്പറേറ്റർ ഈസ് പെയ്ഡ്. മെഷീൻ ഓപ്പറേറ്ററുടെ വേജസ് 72 പൈസയാണ് പെർ അവറിന്. ഓക്കെ, മെഷീൻ അവർ റേറ്റ് 1.5 ആണ്. ദ സെറ്റിംഗ് അപ്പ് ഓഫ് മെഷീൻ ടു പ്രൊഡ്യൂസ് ദ കമ്പോണൻറ്റ് ഗോൾഡ് ടേക്ക് 2 hours 20 minutes. ഈ 20 minutes എന്നൊക്കെ വരാൻ നേരത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 hours മിനിറ്റ്സിലേക്ക് ആക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരെ തിരിച്ചാക്കണം. ഓക്കെ, 2 hours മിനിറ്റ്സിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം 2 hours 20 minutes എന്നല്ലേ, ഇപ്പോൾ നമുക്ക് 2 hours മിനിറ്റ്സിലേക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 × 60 ഇട്ടാൽ മതി. അപ്പോൾ എത്ര വരും, 120 വരും. പ്ലസ് ഇനിയുള്ളത് എത്രയാണ്, 2 hours 20 minutes എന്നല്ലേ, ആ 20 ആഡ് ചെയ്യാം. എത്ര വരും, 140 minutes എന്ന് വരും. ഓക്കെ, ഇനി 20 മിനിറ്റ്സിനെയാണ് അവേഴ്സിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിലോ തിരിച്ചു ആക്കാമല്ലോ. 20 മിനിറ്റ്സിനെ നമുക്ക് അവേഴ്സിലേക്ക് ആക്കിയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ 20 ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. അപ്പോൾ എത്ര വരും, 20 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ 0.33 വരും എന്ന് തോന്നുന്നു. ഓക്കെ, ഈസ് ഈക്വൽ ടു 0.33 എന്ന് വരും. അതിന് എന്ത് ചെയ്യണം, +2 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും, 2.33 hours എന്ന് വരും. ഓക്കെ, രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആവശ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഇൻഫോർമേഷൻ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഷോവിങ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് ബോത്ത് ഇൻ ടോട്ടൽ ആൻഡ് പെർ കമ്പോണൻസ് അസ്യൂമിങ് ദാറ്റ് എ ബാച്ച് ഓഫ് 10 component, 100 component, 1000 component ആൻഡ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോസ്റ്റ് ഷീറ്റ് വരക്കണം. എന്തൊക്കെ ഇൻഫോർമേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്, മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ലേബർ തന്നിട്ടുണ്ട്, ഓവർ ഹെഡ് തന്നിട്ടുണ്ട് അല്ലേ, അത് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, 3 ഇതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 components, 100 components, 1000 components വെച്ചെടുക്കുക. അതിൻ്റെ പെർ യൂണിറ്റും കാണുക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷനും കാണണം, എന്ത് ചെയ്യണം, സെറ്റപ്പ് കോസ്റ്റും കാണണം. സെറ്റപ്പ് കോസ്റ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, സെറ്റപ്പ് കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ വരും, അതിൽ മെറ്റീരിയൽ, ലേബറും, മെഷീൻ അതായത് ഓവർ ഹെഡും വരും അല്ലേ. പക്ഷേ സെറ്റപ്പ് കോസ്റ്റ് ആണെങ്കിൽ അവിടെ മെറ്റീരിയലിൻ്റെ ഇത് എടുക്കേണ്ട കാര്യമുണ്ടോ, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് പ്രൊഡക്റ്റിൽ വരും. സെറ്റപ്പ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ, സെറ്റപ്പ് ചെയ്യാനുള്ളതാണ് അല്ലേ, ആ ടൈമാണ്. അവിടെ നമുക്ക് എന്തേ വരണുള്ളൂ, ബാലൻസ് 2 വരണുള്ളൂ, ലേബറും മെഷീനും, അത് ഓവർ ഹെഡും മാത്രം എടുത്താൽ മതി. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെയും കൊണ്ടുവന്ന് രണ്ടും കൺഫ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 3 കാര്യവും നമ്മൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നു അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഇപ്പോൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എത്ര, 6 പൈസയെന്ന് തന്നിരിക്കണേ. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും, 0.06 എന്ന് എഴുതും മെറ്റീരിയൽ. ഓക്കെ, ഇനി എന്താ തന്നിരിക്കണത്, ഓരോ കമ്പോണൻറ്റിനും അല്ലേ, ഓരോ കമ്പോണൻറ്റിനും അത് ഇത് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 10 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പോണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ്, 10 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് 10 കമ്പോണൻറ്റ്, ഇവിടെ 10, 100, 1000 എന്നല്ലേ തന്നിരിക്കണേ. അപ്പോൾ 10 കമ്പോണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇത് എടുക്കുള്ളൂ, 10 × 10 അല്ലേ, 10 മിനിറ്റ് 10 കമ്പോണൻറ്റ്. അപ്പോൾ എത്ര വരും, 100 വരും. ഓക്കെ, ഇനി ആ സ്ഥാനത്ത് 100 കമ്പോണൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, 100 × 10 എത്ര വരും, 1000 വരും, 1000 മിനിറ്റ്സ് വരും. ഓക്കെ, ഇനി അടുത്ത 1000 കമ്പോണൻസ് ആണ്. 1000 കമ്പോണൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് എത്ര വരും, 1000 × 10. അപ്പോൾ എത്ര വരും, 10,000 മിനിറ്റ്സ് വരും. ഓക്കെ, ഇങ്ങനെയാണ് മെറ്റീരിയൽ ആ മിനിറ്റ് ഓരോ കമ്പോണൻറ്റിനെ എടുക്കുന്നത്. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ദ മെഷീൻ ഓപ്പറേറ്റർ ഈസ് പെയ്ഡ് 72 പൈസ പെർ അവർ. ലേബർ തന്നിട്ടുണ്ട് അല്ലേ, ലേബറിന് 72 പൈസയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 72 പൈസ എന്നുള്ളത് 0.72, അത് പെർ അവറിലേക്കുള്ളതാണ്, പെർ അവറാണ്. മെഷീൻ അവർ റേറ്റ്, ഓക്കെ, മെഷീൻ അവർ റേറ്റ് തന്നിട്ടുണ്ട്
എത്രയാണ് തന്നിരിക്കണേ? 1.50. ഇനി എന്താണ് സെറ്റപ്പ് കോസ്റ്റ്? സെറ്റപ്പ് കോസ്റ്റിൻ്റെ സമയം. സെറ്റപ്പ് കോസ്റ്റ് 2.20 മിനിറ്റ്സ്. അപ്പോൾ നമുക്കത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് അവേഴ്സിനെ മിനിറ്റ്സിലേക്കും ആക്കി, മിനിറ്റ്സിനെ അവേഴ്സിലേക്കും ആക്കി. മിനിറ്റ്സിനെ അവേഴ്സിലേക്കായി 2.33 അതെടുക്കണേ ഇരിക്കുള്ളൂ. ഇത്രയും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ഒരെണ്ണം വരക്കാം. പർട്ടിക്കുലേഴ്സ്, ബാച്ച് സൈസ്, പെർ യൂണിറ്റ് 10 കമ്പോണൻസ്, പെർ യൂണിറ്റ് 100 കമ്പോണൻസ്, പെർ യൂണിറ്റ് 1000 കമ്പോണൻസ്. പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ കോസ്റ്റ് എടുക്കുക. അതിൻ്റെ അടിയിൽ എന്തൊക്കെ വരും? മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇനി അടുത്ത എന്താണ്? സെറ്റപ്പ് കോസ്റ്റ്. സെറ്റപ്പ് കോസ്റ്റ് എന്തൊക്കെ വരും? ലേബർ, ഓവർഹെഡ്. വേറെ എന്തെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും വരുമോ? ഇല്ല. അതാണ് ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ്. ഇനി ടോട്ടൽ കോസ്റ്റ് ആണെങ്കിലോ പ്രൊഡക്ഷൻ കോസ്റ്റും സെറ്റപ്പ് കോസ്റ്റും കൂടി ചേർത്ത് എഴുതുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇനി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്രയെന്നാണ് പറഞ്ഞത്? ഒരു മിനിറ്റ്. മെറ്റീരിയൽ എത്രയാണ് നമ്മൾ എഴുതി വെച്ചേക്കണേ? 0.06 എന്നാണ് മെറ്റീരിയലിന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? മെറ്റീരിയലിൻ്റെ 0.06 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 കമ്പോണൻസ് വരാൻ നേരത്ത് നമ്മൾ എങ്ങനെ എഴുതണം? 0.06 × 10 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, 10 കമ്പോണൻസിനുള്ളത് കിട്ടി. ഇവിടെ എത്രയാണ്? അതിന് വ്യത്യാസമൊന്നുമില്ല അല്ലേ? 0.06 തന്നെ. അപ്പോൾ ഇവിടെ 100 വരുവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 0.06 × 100. ഇവിടെ 1000 കമ്പോണൻസിൻ്റെ സമയത്താ 0.06. ഇവിടെയാണെങ്കിലോ 0.06 × 1000, 60. ഓക്കെ, ഇനി ലേബർ. ലേബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ലേബറിന് നമ്മൾ പറഞ്ഞു ഒരു കമ്പോണൻസിന് 10 മിനിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ 10 കമ്പോണൻറ്റിന് എത്ര മിനിറ്റ് വേണം? 100 മിനിറ്റ്സ് വേണം അല്ലേ? 100 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അവറാണ്? 100 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര അവറാണെന്ന് നോക്കണം. 100 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര അവറാണ്? അപ്പോൾ നമുക്ക് ഇതിവിടെ ചെയ്യാം. 100 മിനിറ്റ്സ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ എഴുതാം? 100 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞു. 100 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അവറാ? 1 അവർ എന്ന് വെച്ചാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ എത്ര വരും? 100 / 60 എത്ര വരും? 1.6667 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഇങ്ങനെ എടുക്കാം? 1.67 അവേഴ്സ് ആണെന്നുള്ളത് കിട്ടി. അതേപോലെയാണ് നമുക്ക് അടുത്ത് എഴുതണ്ടേ? എത്രയാണ്? 100 മിനിറ്റ്സ് ആണ്. അടുത്ത എത്രയാണ്? 1000 മിനിറ്റ്സ് ആണ്. 1000 മിനിറ്റ്സ് എന്ന് വെച്ചാൽ എത്ര ഇതാണ്? നമ്മളെങ്ങനെ നോക്കും? ഇതിൽ നിന്ന് ഒരു പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എത്ര വരും? 16.67 എന്ന് എഴുതാം. അടുത്തത് 10,000 അല്ലേ? 10,000 / 60 മിനിറ്റ്സ്. അതെങ്ങനെ എഴുതും? അതിന് 166.67 മിനിറ്റ്സ്. ഓക്കെ, ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓരോന്നിൻ്റെ മിനിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ലേബർ എന്തായി? ലേബറിൻ്റെ മിനിറ്റ്സ് കിട്ടി. ഇനി ഈ ഇതിന് ഇത്ര അവേഴ്സ് ആണെന്ന് കിട്ടി. ഈ അവേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേജസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അവേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? വേജസിലോട്ട് അപ്ലൈ ചെയ്യണം. എത്രയാണ്? ആദ്യത്തിന് എത്രയാണ്? അതിന് 1.67 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? വേജസ് എത്രയെന്നാ പറഞ്ഞേ? 72 പൈസ അല്ലേ? 0.72 എത്ര വരും? 1.20. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. ഏതിലേക്ക് വരും? അടുത്തതിന് എത്രയാണ്? 16.67 × 0.72 എത്ര വരും? 12 റുപ്പി. ഈ ഇത് എക്സൽ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോയിന്റ് ഒന്നും ചേർത്ത് പോയിന്റ് മാക്സിമം പോയ ഒരു 2 സ്ഥാനമൊക്കെ ഇട്ടാൽ മതി. ഓക്കെ, അടുത്ത എത്രയാണ്? 166.67 × 0.72 72 പൈസ അല്ലേ? അപ്പോൾ എത്ര വരും? 120 വന്നു. ഓക്കെ, അപ്പോൾ 10 കമ്പോണൻസ് ഉണ്ടാക്കാം 1.20, 100 കമ്പോണൻസിന് 12, 1000 കമ്പോണൻസിന് 120 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പെർ യൂണിറ്റ് എടുക്കാൻ സിമ്പിൾ അല്ലേ? പെർ യൂണിറ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1.20 / എത്രയാണ് നമ്മൾ പറഞ്ഞത്? അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ ബാച്ചിനെ അനുസരിച്ചാണ് എടുക്കണേന്ന്. അപ്പോൾ എത്രയാണ്? 10 ആണ് അല്ലേ? അപ്പോൾ 120 / 10. അപ്പോൾ എത്രയാണ് വരുന്നത്? 0.12 വരും. അതേപോലെ തന്നെ ഇവിടെ ചെയ്യുക.
എത്ര ചെയ്യുക? 12 ഡിവൈഡഡ് ബൈ 100 0.12 വരും. സെയിം ഇവിടെ 120 ഡിവൈഡഡ് ബൈ 1000 0.12 വരും. അപ്പോൾ പെർ യൂണിറ്റ് കിട്ടി നമുക്ക്, കമ്പോണൻസിൻ്റെ ഇതും കിട്ടി, ലേബറും കിട്ടി, വേജസും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ തന്നിരിക്കണേ? ഓവർ ഹെഡാണ്. ഓവർ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? ഓവർ ഹെഡിന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മെഷീൻ അവർ റേറ്റ് ആണ് അല്ലേ. മെഷീൻ അവർ റേറ്റിന് 1.5 ആണ് മെഷീൻ അവർ റേറ്റ് എന്നുള്ളത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ മെഷീൻ അവർ റേറ്റ് എന്നുള്ളത് എന്താണ്? 1.5 എന്നുള്ളത് എത്ര അവേഴ്സിനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു? എത്രയാണ്? 1.67 അവേഴ്സിനാണ് എന്ത് പറയണത്? 1.5 വരണം. അതേപോലെ 1000 ആണെന്നുണ്ടെങ്കിൽ 16.67 എന്ത് പറയണത്? 1.5 വരണത്. ഇപ്പോൾ 1000 ആണെന്ന് 1000 കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിലോ 166.67 1.5 വരുന്നത് അല്ലേ. നമ്മളിവിടെ കണ്ടുപിടിച്ച അതേ ഇത് തന്നെ എടുത്ത് ആ റേറ്റിലോട്ടിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്താണ് ആദ്യത്തെ? 1.67 ഇൻറ്റു 1.5. അപ്പോൾ എത്ര വരും? 2.5. അടുത്തത് എന്താണ്? 16.67 ഇൻറ്റു 1.5 എത്ര വരും? 25. അടുത്തത് 166.67 ഇൻറ്റു 1.5 250 വരും. ഇനി ഇതിൻ്റെ പെർ യൂണിറ്റ് കാണണമെന്നുണ്ടെങ്കിലോ ഇതിനെ ഡിവൈഡഡ് ബൈ ആ കമ്പോണൻസ് ഇട്ടാൽ മതി. 2.50 ഇട്ടാലും മതി, 2 സാധനം ഇട്ടാൽ പോരെ. 50 ഡിവൈഡഡ് ബൈ 10 ഇട്ടില്ല. ഓക്കെ, 0.25. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? 25 ഡിവൈഡഡ് ബൈ 100. ഇവിടെ 100 അല്ലേ, അപ്പോൾ 0.25. ഇവിടെ എന്ത് വരും? ഇവിടെ 250 ഡിവൈഡഡ് ബൈ 1000. ഇവിടെ 1000 ആണ്, അപ്പോൾ എന്ത് വരും? 0.25 ആയി അല്ലേ. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. അപ്പോൾ 0.43 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റപ്പ് കോസ്റ്റ് കാണണം. സെറ്റപ്പ് കോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം അവിടെ എന്താണ്? അവിടെ ലേബറും ഓവർ ഹെഡും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അവിടെ ലേബർ കാണാനായിട്ട് ലേബർ എത്രയാണ്? നമുക്കറിയാം എത്രയാണ്? 72 പൈസയാണ് അല്ലേ. 72 പൈസ എന്നുള്ളത് നമുക്ക് എന്തിലോട്ടാണ്? സെറ്റപ്പ് കോസ്റ്റ് എത്രയായിട്ടാണ് തന്നിരിക്കണേ? സെറ്റപ്പ് കോസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു, 2 തരത്തിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഒന്ന് മിനിറ്റ്സിലോട്ട് ഇതിലോട്ടും ആക്കി നമുക്കിത് എടുക്കാം. 2.33 എന്നുള്ളത് എടുക്കാം. ഓക്കെ, 20 മിനിറ്റ്സിനെ അവേഴ്സിലേക്ക് ആക്കിയത് എടുക്കാം. 2.33 എന്ന് എടുക്കാം. അത് വെച്ചാകുമ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, 2.33 വെച്ച് നമുക്കിവിടെ ചെയ്യാം. എങ്ങനെയാണ്? 72നെ എന്ത് ചെയ്യണം? 2.33 വെച്ച് ചെയ്യണം. 2.33 ആണ് നമ്മൾ കണ്ടുപിടിച്ച അവേഴ്സ്. വേജസ് എത്രയാണ്? 72 പൈസയാണ്. അതിന് 2.33 എത്ര വരും? ഈക്വൽ കൊടുത്തില്ല. എത്ര വരും? 1.67776 1.68 എന്ന് എടുക്കാം. അതല്ലേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും അത് തന്നെയല്ലേ ഉള്ളൂ അല്ലേ, വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ 1.6776 1.6776. ഇതിൻ്റെ പെർ യൂണിറ്റ് കാണാനാണെന്നുണ്ടെങ്കിലോ 1.67 അല്ലെങ്കിൽ 68 ഡിവൈഡഡ് ബൈ 10 0.168. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? 1.68 ഡിവൈഡഡ് ബൈ എത്രയാണിത്? 100 0.168. ഇവിടെ എത്ര വരും? 1.68 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 001678. ഓക്കെ, ഇനി ഓവർ ഹെഡ് കാണാനായിട്ട് എന്താണ്? ഇത് 2.33 അവേഴ്സ് തന്നെയാണ് അല്ലേ. ഓവർ ഹെഡിന് നമുക്ക് എന്താണ്? എത്രയാണ്? മെഷീൻ അവർ റേറ്റ് എത്രയാണ്? 1.5 ആണ്. സിമ്പിള്. 1.5 എന്നുള്ളത് ഇതിലോട്ട് എടുക്കുക. 1.5 2.33 അവേഴ്സ് അല്ലേ, അതിലോട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? 3.495 3.50. അത് തന്നെയാണ് എല്ലായിടത്തും, വ്യത്യാസമൊന്നും വരുന്നില്ല. 3.50. ഓക്കെ, ഞാൻ ഷോർട്ടാക്കി എഴുതിയിട്ടാണ്.
ഇനി ഇതിൻ്റെ പെർ യൂണിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് 3.50 ഡിവൈഡഡ് ബൈ 10 0.35 3.50 ഡിവൈഡഡ് ബൈ 100 0.035 3.5 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, ഇനി ഇതിൻ്റെ സെറ്റപ്പ് കോസ്റ്റിൻ്റെ ടോട്ടൽ കാണണം. സെറ്റപ്പ് കോസ്റ്റിൻ്റെ ടോട്ടൽ കാണുവാണെങ്കിൽ ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ്. ഓക്കെ, ഇനി ടോട്ടൽ കോസ്റ്റ് കാണാനാണെങ്കിലോ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ്, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി വലിയ മാർക്കിൻ്റെയൊക്കെ ബാച്ച് കോസ്റ്റിംഗിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിനെ ചോദിക്കാനുള്ള ഇതേപോലത്തെ ക്വസ്റ്റിനൊക്കെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് ഒരു അരമണിക്കൂറിൽ നമുക്ക് തീരാവുന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മിസ്സാക്കരുത്, മാർക്ക് തീർച്ചയായിട്ടും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും കോസ്റ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇടാം. അതിൽ മെയിനായിട്ട് വരേണ്ടത് നമുക്ക് എന്താ പറയുക, വൺ വേർഡിന് എന്തായാലും ചോദിക്കും. എന്താണ്, MCQയിലൊരു ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊരു ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്ങിലൊരു ക്വസ്റ്റ്യൻ, എന്തായാലും സ്റ്റാൻഡേർഡ്സിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് എന്തായാലും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. 3 മാർക്ക് എന്തായാലും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ആ 3 മാർക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തായാലും ഷുവറായിട്ട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് പഠിക്കാൻ നേരത്ത് നമുക്കൊരു കഥയായിട്ട് നമുക്ക് പഠിക്കാം. അതായത് ഓരോ സ്റ്റാൻഡേർഡ്, ഓരോ നമ്പറും CS 1 2 3 അങ്ങനെയില്ലേ, 24 ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു കഥ രൂപത്തിൽ നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം. ആ 1 മാർക്ക് നമുക്ക് മിസ്സാക്കണ്ട അല്ലേ. ആ ഒരു കഥ നമുക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങോട്ട് കഥ രൂപത്തിൽ നമുക്ക് പഠിക്കും. അടുത്ത ക്ലാസ് നമുക്കത് ചെറിയ ക്ലാസ് അതെടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത കോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. നമുക്ക് കോൺട്രാക്ട് കോസ്റ്റിങ്ങും ഒക്കെ നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട പതിപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.